Hey traders, this is Junaid. Welcome back another trade breakdown video. ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെനസ്ഡേ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലൈവ് ട്രേഡിന്റെ സെറ്റപ്പിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. സെറ്റപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സഫ്വാൻ ആയിരുന്നു. USD JPY-നകത്തായിരുന്നു ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓൾസോ താഴ്ന്ന ബേസ്ഡ് ഓൺ ഡെയിലി നമ്മളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയും നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ദിവസം മാർക്കറ്റിനകത്ത് എന്തായാലും ഇൻട്രാഡേ നമുക്കൊരു സെല്ല് മാത്രമേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു പ്ലാന്. ഈ കാണുന്ന സപ്ലൈ സോണിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന ലിക്വിഡിറ്റി സ്വീപ്പും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും ആൻഡ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് കാര്യങ്ങൾ ദെൻ വീക്കും എല്ലാം പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സപ്ലൈ ആയിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ്. പ്രൈസ് അവിടെ വരുമ്പോൾ കൺഫർമേഷൻ ലോവർ ടൈം ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി നോക്കായിരുന്നായിരുന്നു പ്ലാൻ. ഓൾസോ ഈ ഒരു ബ്രേക്കപ്പ് ബ്ലോക്കിൽ എൻട്രി ഉണ്ടായിരുന്നു ആൻഡ് ഇവിടെ എൻട്രി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാൻ ഞാൻ പിന്നെ എക്സിറ്റ് ചെയ്യുക ചെയ്തത്. ഞാൻ പൊതുവേ ലണ്ടനിലാണ് ട്രേഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ദിവസം എൻട്രീസോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായില്ല. ഐ തിങ്ക് ഇറ്റ്സ് ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റപ്പിനകത്ത് സെയിം അവൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും എനിക്കും ഇതിനകത്ത് ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം പ്ലാൻ തന്നെ ഞാനും നോക്കുന്നുണ്ടായിരുന്നു. ഓൾസോ എന്താ പറയാ, വേറെയും സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം ഏരിയയിലെ എൻട്രീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ ട്രേഡ് എന്തുകൊണ്ട് എടുത്തു ആൻഡ് ഇതിന്റെ LTF കിട്ടിയ കൺഫർമേഷൻസ് എന്താണ്? ആൻഡ് ഈ ഒരു ട്രേഡിന്റെ ഒരു വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ പൊസിഷൻസ് ഞാൻ അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 15ന്റെ ബേസിൽ ഒരു ബ്രേക്കപ്പ് ബ്ലോക്കിൽ ഒരു എൻട്രിയും അതേപോലെ തന്നെ മുകളിൽ കാണുന്ന സപ്ലൈ സോണിൽ വേറൊരു എൻട്രിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് എൻട്രീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആസ് എക്സ്പെക്ടഡ് പല പ്രൈസ് പോയിന്റിൽ എത്തിയപ്പം ഞാൻ M15ന്റെ പൊസിഷൻസ് ആദ്യം എക്സിറ്റ് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ എവിടെയാണ് എക്സിറ്റ് ചെയ്ത് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള കോണ്ടന്റ്സും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഓൾറെഡി ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ഒരു ഫ്രീ കോഴ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് അറൌണ്ട് ഒരു 29 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് ലേൺ ചെയ്യാൻ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാൻ താല്പര്യം നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. അറൌണ്ട് 29 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കോഴ്സ് എല്ലാം ഐ മീൻ സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബേസിക് ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേറ്റീവ് ആയുള്ള അഡീഷണൽ കണ്ടന്റ്സ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓൾസോ നമ്മളിവിടെ വീക്ക്ലി ബേസിലും ഡെയിലി ബേസിലെല്ലാം നമ്മൾ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മുന്നിൽ കാണുന്ന USD JPY-യുടെ 1 അവറിന്റെ ചാർട്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണാൻ പറ്റുന്നത്. സോ 1 അവറിലായിരുന്നു എൻട്രീസ് കാര്യങ്ങളും ട്രേഡ് പ്ലാൻസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ M15 ആണ്. M5ന്റെ ബേസിൽ നമുക്ക് കൺഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കാം. പക്ഷേ ചാർട്ട് കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു പിക്ചറിന് വേണ്ടി M15 ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചാർട്ടിനകത്ത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ H1ന്റെ ബേസിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഓവറോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷേ ഡെയിലി ബുള്ളിഷ് ആണ് പ്രൈസ്. നമ്മൾ ഇതിന് തൊട്ടുമുമ്പ് ഒരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് H1ന്റെ ബേസിൽ മാർക്കറ്റ് ബിയറിഷ് ആണ് ആൻഡ് ഓൾസോ അത്യാവശ്യം കുഴപ്പമില്ല ട്രേഡിംഗ് റേഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നോക്കുന്ന സമയത്ത് പ്രൈസ് ആദ്യം ഇവിടെ ലിക്വിഡിറ്റി 100 ദാറ്റ് മീൻസ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. മാർക്കറ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു സ്ട്രോങ് ക്യൂം അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സ്ട്രോങ് ക്യൂം കിട്ടി. ദെൻ ഓപ്പോസിറ്റ് സൈഡിലും സെയിം സിനാരിയോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. Then we have breakout structure. So മാർക്കറ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു ബെയറിഷ് ട്രേഡിംഗ് റേഞ്ച് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഓവറോൾ മാർക്കറ്റ് ഐ മീൻ വീക്ക്ലി ബിയറിഷ് ആണ്, ഡെയിലി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഈ ഒരു കാണുന്ന സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ട്രെൻഡ് ആൻഡ് ഇറ്റ്സ് ഹൈലി റിസ്കി. അതുകൊണ്ട് തന്നെ ഇത്തരം സെറ്റപ്സ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ട്രേഡ് ചെയ്യാറുള്ളൂ. ആൻഡ് നോക്കുന്ന സമയത്ത് POIs ഏതൊക്കെയല്ല ചോദിച്ചാൽ നമുക്കിവിടെ ഒരു ബ്രേക്കപ്പ് ബ്ലോക്ക് ഉണ്ട്. ഈ ബ്രേക്കപ്പ് ബ്ലോക്കിലാണ് ഞാൻ ഇൻട്രോനകത്ത് പറഞ്ഞ പോലെ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് M5ലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് M5ലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ M5ൽ എന്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇതാണ്, ഈ കാണുന്നതാണ് ഏത് പോയിന്റ് ആയിട്ട് വരുന്നത്, ബ്രേക്കപ്പ് ബ്ലോക്ക് പോയിന്റ്. അതിന് കുറച്ച് തിക്നെസ് കുറവാണ്. സോ പ്രൈസ് POയിൽ ടാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. മാർക്കറ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. എന്റെ പ്ലാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സപ്ലൈ സോണിൽ എൻട്രി എടുക്കാന്നായിരുന്നു എന്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരുപാട് സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ POയിലേക്ക് പ്രൈസ് എത്താൻ വേണ്ടി. ഞാൻ പൊതുവേ ലണ്ടൻ സെഷനാണ് ഞാൻ എന്ത് ചെയ്യാറ്, ട്രേഡ് ചെയ്യാറ്. ലണ്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂയോർക്കിന് മുമ്പ് ഞാൻ ട്രേഡ് എന്ത് ചെയ്യാറുണ്ട്, ക്ലോസ് ചെയ്യാറുണ്ട്. POI ഇതൊക്കെയായിരുന്നു എന്റെ പ്ലാന്. ആൻഡ് ഈ ഒരു ബ്രേക്കപ്പ് ബ്ലോക്കിൽ വരുമ്പോൾ എൻട്രി നോക്കാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷെ ബാഡ് ലക്ക് പ്രൈസ് എന്റെ ഒരു എൻട്രി സമയത്ത് ഇവിടെ വന്നില്ല, പിഒയിലേക്ക് വന്നില്ല. ഞാൻ അതിന്റെ മുമ്പ് ട്രേഡ് ചെയ്ത് ഈ കാണുന്ന ഏതോ റീജിയനിൽ വെച്ച് ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ദിസ് ഇസ് മൈ ട്രേഡിംഗ് പ്ലാൻ. പ്രൈസ് ആ ഒരു ബ്രേക്ക് ബ്ലോക്കിൽ വരുമ്പോൾ എൻട്രി നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇതായിരുന്നു എൻട്രി നോക്കുന്ന ഏരിയ. ആൻഡ് എൻട്രീസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് അവിടെ വന്നില്ല. ഞാൻ എന്ത് ചെയ്തു, എന്റെ ട്രേഡിംഗ് ടൈം കഴിഞ്ഞപ്പം ട്രേഡ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. പ്രൈസ് ഫെയിൽ ടാപ്പ് മൈ പി ഒ എൻട്രി. ഞാൻ എന്ത് ചെയ്തു, ട്രേഡ് ക്യാൻസൽ ചെയ്യാൻ ചെയ്ത്. ഞാൻ ആ ദിവസം എനിക്ക് എൻട്രീസോ കാര്യങ്ങളോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇഫ് എൻട്രീസ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻട്രി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ ആയിരിക്കും. ആ സെയിം ഡേ ന്യൂസ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ദിവസം എനിക്ക് എൻട്രീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ആണ്, ഐ മീൻ വെനസ്ഡേ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബേസ്ഡ് ഓൺ നമ്മുടെ ആ പ്ലാൻ പ്രകാരം പ്രൈസ് എവിടെ വരണം, എന്റെ സപ്ലൈ സോൺ. എനിക്ക് അടുത്തുള്ള പി ഒ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് മുകളിലുള്ളത് എന്റെ സപ്ലൈ സോണും ഉണ്ട്, പ്ലസ് എനിക്ക് ക്യു എം എൽ ലൈനും. സോ സപ്ലൈയും ക്യു എം എൽ ലൈനും അലൈൻഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുന്നുള്ള ഞാൻ ചാർട്ടിനകത്ത് മാർക്ക് ചെയ്യുന്നുള്ളൂ. വെച്ചാൽ ക്യു എം എല്ലും സപ്ലൈയും അലൈൻഡ് ആയിട്ടാണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യണം, തിരിച്ച് ഇനി ഈ ഒരു സപ്ലൈ സോണിൽ വന്ന് ടാപ്പ് ചെയ്യണം. ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടണം. ഓൾസോ എന്റെ ടൈം സോൺ മാച്ച് ആണ്. ഞാൻ ലണ്ടനിലാണ് ട്രേഡ് നേരത്തെ പറഞ്ഞതുപോലെ. ആൻഡ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി നോക്കാന്നായിരുന്നു എന്റെ പ്ലാനിങ് കാര്യങ്ങളെല്ലാം. ആസ് എക്സ്പെക്ടഡ് പ്രൈസ് അവിടെ വന്നിട്ട് എന്ത് ടാപ്പ് ചെയ്തു. ഓൾസോ ഈ പി ഒന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിനകത്ത് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി റേറ്റ് ഉണ്ട്, റിലേറ്റീവ് ഈക്വൽ ഹൈ പോലുള്ള ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു പി ഒന്റെ ഒരു പ്രോബിലിറ്റി കുറച്ചും കൂടിയും എന്താണ് ഇൻക്രീസ് ചെയ്യാണ്. വിച്ച് മീൻസ് ഇത് ഒരു ഹൈ പ്രോബിൾ പി ഒ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എച്ച് ടി എഫിന്റെ ബയസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഹൈ പ്രോബിൾ. പക്ഷെ എപ്പോഴും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ, ഓഡിയോസിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ, ഹയർ ടൈം ഫ്രെയിം എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പി ഒയിൽ ട്രേഡ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് അഗേൻസ്റ്റ് ട്രെൻഡ്, ഇറ്റ്സ് കൗണ്ടർ ട്രെൻഡ്. സോ കൗണ്ടർ ട്രെൻഡ് ആകുമ്പോൾ നമ്മൾ സാധാരണ പ്രോ ട്രെൻഡിൽ 1% റിസ്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാക്സിമം 2% റിസ്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൗണ്ടറിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റിസ്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങളുടെ മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളിവിടെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രീനകത്ത് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പി ഒയിനകത്ത് 2 പൊസിഷൻസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 0.40ന്റെ 0.40ന്റെ 2 പൊസിഷൻ, ടോട്ടൽ 0.80% ആയിരുന്നു ഞാൻ 2 പൊസിഷൻസും ടോട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്റെ പ്ലാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുക്കുക. സി ടി ആയതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ 0.5 ഒക്കെ എടുക്കാറുള്ളൂ. പക്ഷെ ആദ്യത്തെ ട്രേഡ് ഞാൻ കൺഫർമേഷൻ കിട്ടിയപ്പോൾ ബ്രേക്കപ്പ് ബ്ലോക്കിലാണ് ഞാൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം. പ്രൈസിന്റെ പി ഒ ടാപ്പ് ചെയ്തു. H1 ആയതുകൊണ്ട് എനിക്ക് M5ലാണ് ഞാൻ എന്ത് നോക്കേണ്ടത്, കൺഫർമേഷൻ നോക്കണം. സോ ഞാൻ M5ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചാർട്ട് സ്വിച്ച് ചെയ്യുന്നത്. ഞാൻ M5ലേക്ക് വരുന്ന സമയത്ത് ഇതായിരുന്നു ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തു, എന്റെ പി ഒ ടാപ്പ് ചെയ്തു. ആൻഡ് പ്രീവിയസ് ആയുള്ള ഹൈ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സോ മാർക്കറ്റിനകത്ത് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടി, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് എനിക്ക് പി ഒസ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നില്ല. ഒന്ന് എനിക്ക് സപ്ലൈ സോൺ ഉണ്ട് ആൻഡ് എനിക്ക് ബ്രേക്ക് ബ്ലോക്ക് ഉണ്ട്. ഈ ചാർട്ടിനെ കുറച്ചും കൂടി ഞാൻ റിഫൈൻഡ് ആക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്. ഞാൻ M50ലാണ് ഞാൻ ആ ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാർക്ക്. അപ്പൊ M50 എനിക്ക് ചാർട്ട് കുറച്ചുകൂടി പിക്ചർ എന്തായി, കുറച്ചും കൂടി ക്ലിയർ ആയി. ലെറ്റ് മീ ചെക്ക് M50ലാണ് ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. സഫാനും സെയിം സഫാൻ M5ന്റെ ബേസിലാണ്, സപ്ലൈയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ M50ന്റെ ബേസിലാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ M50ന്റെ ബേസിൽ സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഏരിയാസ് ഒന്നും മാറ്റി വരയ്ക്കാനൊന്നുമില്ല. ഒന്നാമത്തെ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ ബ്രേക്കപ്പ് ബ്ലോക്ക്. ഓക്കെ, എന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാനായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാൻ. SL എബോവ് ദ പ്രൊട്ടക്റ്റഡ് ഹൈ. ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ഹൈന്റെ മുകളിലാണ് ഞാൻ എന്ത് SL വെക്കാറ്. ടാർജറ്റ് എവിടെ വെക്കുക, എന്റെ ഫസ്റ്റ് ടാർജറ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഈക്വൽ ലോ ആണ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ടാർജറ്റ്. സെക്കൻഡ് ടാർജറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് ടാർജറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈ ടൈം ഫ്രെയിമിൽ പോയാൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഈ ലിക്വിഡിറ്റി ഏരിയസ് ആയിരുന്നു ഞാൻ എന്റെ സെക്കൻഡ് ടാർജറ്റ് പ്ലാൻ ചെയ്തു. പക്ഷേ അതിന്റെ മുന്നേ ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഞാൻ അതിന്റെ മുന്നേ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ട്രേഡിംഗ് ടൈം ഉണ്ടായപ്പോൾ ഞാൻ എന്റെ ട്രേഡും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തു. അപ്പൊ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് പ്ലാൻ. ബ്രേക്ക് ബ്ലോക്കിൽ എൻട്രി എടുക്കുക, ഫസ്റ്റ് ടാർജറ്റ് ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുക. ഇറ്റ്സ് അറൌണ്ട് 2.7 RR. സെക്കൻഡ് ടാർജറ്റ് ഈ കാണുന്ന ഏരിയയിൽ എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് പ്ലാൻ. സെക്കൻഡ് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് എന്റെ സപ്ലൈ സോണിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ട്രേഡിന് കുറച്ചും കൂടി ഒരു ലെയർ ചെയ്ത് കൊടുക്കാം. സോ ലെയറിംഗ് നിങ്ങൾക്ക് എന്താ അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു. ഒരു എൻട്രി നോക്കുന്നതിൽ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് നമ്മൾ മൾട്ടിപ്പിൾ പി ഒസിൽ പ്ലേസ് ചെയ്യാൻ നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പി ഒയിലെ ടാപ്പിന് ശേഷം അവിടെ മൾട്ടിപ്പിൾ പ്രൈസ് പോയിന്റിൽ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ലെയറിംഗ് എന്ന് പറയുന്നത്. സോ എന്റെ എൻട്രി ഈ കാണുന്ന സപ്ലൈ സോൺ ടാർജറ്റ് സെയിം ഏരിയ ഞാൻ ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ട്രേഡ് വിൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് അറൌണ്ട് ഒരു 4.59 ആൻഡ് സെക്കൻഡ് ട്രേഡ് 8.38 RR ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്ര പോലും എന്ത് കിട്ടില്ല, റിവാർഡ് കിട്ടില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ എന്റെ ട്രേഡ്സ് കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഏരിയ ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ പ്രൈസ് ആസ് എക്സ്പെക്ടഡ് പ്രൈസ് എന്ത് ചെയ്തു, എന്റെ പി ഒയിൽ വന്ന് ടാപ്പ് ചെയ്തു. കുറച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളോ താഴോട്ട് ചെയ്തു. ഈ കാണുന്ന റീജിയനൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ എന്റെ M15 പൊസിഷൻസ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ട്, ഐ മീൻ ഈ ബ്രേക്കർ ബ്ലോക്കിൽ എടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ എൻട്രി ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഈ ഒരു സപ്ലൈയിൽ ഉണ്ടായിരുന്ന എൻട്രി ഞാൻ ഇവിടെ എത്തിയ സമയത്ത് 50% എക്സിറ്റ് ചെയ്തു. ബാക്കി 50% ഐ മീൻ ഈ ഒരു കാണുന്ന രീതിയിൽ എത്തുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ USD JPYക്ക് അത്യാവശ്യം ചില ബ്രോക്കേഴ്സിലൊക്കെ സ്പ്രെഡ് കൂടുതലൊക്കെ ഉള്ള ബ്രോക്കേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. സോ നിങ്ങൾക്ക് ബെറ്റർ അത്യാവശ്യം നല്ല ലോ സ്പ്രെഡ് ആയിട്ടുള്ള ബ്രോക്കർ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡീസന്റ് ഇപ്പോൾ ടോപ്പ് ക്ലാസ് ബ്രോക്കേഴ്സിലെല്ലാം സ്പ്രെഡ് പൊതുവെ കുറവ്. പൊതുവെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അൽപാരി എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ തന്നെ ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഫേമാണ് അൽപാരി എന്ന് പറഞ്ഞാൽ. ഓൾസോ ഇതിന്റെ സിസ്റ്റർ കമ്പനി ആയിരുന്നു FX Team. ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ യൂസേഴ്സിനൊന്നും ഓൺബോർഡ് ചെയ്യുന്നില്ല. സോ പുതിയ യൂസേഴ്സിന് ഏറ്റവും ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സിനെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിൽ ഒന്നാണ് അൽപാരി എന്ന് പറഞ്ഞാൽ. ഇൻഡസ്ട്രി ലീഡിംഗ് ടോപ്പ് സീറോ സ്പ്രെഡ് ബ്രോക്കറാണ് അൽപാരി എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ മാർക്കറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കമ്പാരി പെക്സിനസ് ആണെങ്കിലും ബാക്കിയുള്ള ബ്രോക്കേഴ്സ് ആയിട്ടുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് അൽപാരിയുടെ കമ്മീഷനും അതുപോലെ തന്നെ സ്പ്രെഡും വളരെ ലെസ് ആണ്. ഓൾസോ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. MT5ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ MT5യുടെ അല്ലെങ്കിൽ മെറ്റാ കോഡ്സിന്റെ ഒഫീഷ്യൽ ലിക്വിഡിറ്റി പ്രൊവൈഡറും ആണ് അൽപാരി എന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ ലിങ്ക് കൊടുക്കാം. അത് ത്രൂ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അൽപാരിയുടെ നിങ്ങൾക്ക് സീറോ സ്പ്രെഡ് അക്കൗണ്ട് $100 സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ അപ് ടു $500 വരെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസും കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ $300 ഇന്ത്യ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓൾസോ നിങ്ങൾക്ക് ഇവരെ അൽപാരിയുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ കസ്റ്റമർ സപ്പോർട്ടാണ് ഇവരെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഓൾസോ നമുക്ക് മലയാളത്തിലും എന്തുണ്ട്, ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയോ അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് എന്തെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടിയോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ USD JPYയുടെ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളൊക്കെ. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ നമുക്കിവിടെ അൺമിറ്റിഗേറ്റഡ് വീക്കിനകത്ത് H1ന്റെ അൺമിറ്റിഗേറ്റഡ് വീക്കിനകത്ത് നമുക്കിവിടെ എൻട്രി ഉണ്ടായിരുന്നു. ബട്ട് ബാഡ് ലക്ക് ആ ഒരു എൻട്രി മിസ് ആയിട്ടുണ്ട് തേഴ്സ്ഡേ. ഈ അത് കിട്ടിയിട്ടില്ല. ഈ ഒരു എൻട്രി മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കറന്റ് ഇപ്പൊ USD JPYയുടെ അവസ്ഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൂപ്പിനകത്താണ്. HF വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ് ഒരു റേഞ്ചിനകത്താണ്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ ആണ്. മേ ബി വി ക്യാൻ എക്സ്പെക്ട് കുറച്ചുകൂടി അപ്സൈഡിലേക്ക് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് ശേഷമായിരിക്കും താഴോട്ട് വരുന്നുണ്ടാവുക. അത് നമുക്ക് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിനെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി. വരുന്ന ദിവസം നമ്മൾ ഇനിയിപ്പോ കറന്റ് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USD JPYനകത്ത് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക. കറന്റ് പ്രൈസ് ഈ ഒരു അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബെറ്റർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ സ്വീപ്പിന് ശേഷമുള്ള ഒരു ബ്രേക്കും then ഒരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ബൈ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേസ് നമുക്ക് വരുന്ന ആഴ്ചകളിൽ ഇതിന്റെതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻട്രീസോ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് എങ്ങനെ ഷെയർ ചെയ്തിട്ട് ചോദിക്കാം എന്നുള്ള ഡൗട്ടുള്ള ആളുകൾ നിങ്ങൾ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടില്ല, ലൈക്ക് നിങ്ങൾ postimg.org-നകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്തോ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കമന്റ് ബോക്സിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ചെക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ എല്ലാ കമന്റ് ബോക്സും നോക്കാറില്ല. പറ്റുന്ന പോലെയൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാം നോക്കാൻ പറ്റാറുമില്ല. ഓക്കെ, ആൻഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.